സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഇന്ന് മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതും വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് മഴ ശക്തമായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 75 കിലോമീറ്റർ വരെ വേഗതയുള്ള പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ചെറിയൊരിടവേള എന്ന് തന്നെ പറയാം, വീണ്ടും കാലവർഷം സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒപ്പം അടുത്ത 5 ദിവസത്തേക്കും കൂടെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ടല്ലോ. കാലവർഷം പെയ്തു തുടങ്ങിയ സമയത്ത് 26% മഴയുടെ ഒരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളിൽ കിടന്നു. കഴിഞ്ഞ ദിവസമൊക്കെ റെഡ് അലർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നത്തെ മുന്നറിയിപ്പുകളെ പറ്റി വിശദമായി പറയാം. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ ശക്തമായ മഴ പെയ്യും എന്ന് തന്നെയാണ്. എന്നാലും തിരുവനന്തപുരത്തടക്കം ആകാശം മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ശക്തമായ മഴ തെക്കൻ ജില്ലകളിലും ഉണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാനുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പുതിയ മഴയുടെ അലർട്ടുകൾ വരും. പ്രത്യേകിച്ച് 10 മണിയാണ് ആ സമയം. 10 മണിക്ക് ഒരു 10 മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള പുതിയ അലർട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ തിര അടിച്ചു കയറാനുള്ള സാധ്യത എല്ലാ തീരമേഖലകളിലും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളടക്കം ജാഗ്രത പുലർത്തേണ്ട സാഹചര്യവുമുണ്ട്. കിഴക്കൻ മേഖലകളിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ ബോണക്കാട് മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു മരം വീണിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഗതാഗത തടസ്സങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും പൊന്മുടി പോലെയുള്ള കിഴക്കൻ മേഖലകളിൽ ഗതാഗത നിയന്ത്രണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഇത്തരം മേഖലകളിലേക്കുള്ള യാത്രയൊക്കെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതും നമുക്ക് ഈ മണിക്കൂറുകളിൽ കിട്ടുന്ന വിവരങ്ങളാണ്. എന്തായാലും മഴ ഇന്ന് അതിശക്തമായിരിക്കും. അത് എല്ലാ ജില്ലകളിലും മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. അത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് അടുത്ത വരുന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എന്താണ് ഇന്നത്തെ സംസ്ഥാനത്തെ മഴയുടെ ഒരു വ്യക്തമായ ചിത്രം അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി നൽകാൻ കഴിയും. ശരി, എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുക തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷവും ശക്തി പ്രാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അടുത്ത 5 ദിവസവും മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.